അപ്പോൾ ആ തമ്മിൽ കണ്ട പോലെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ സൂപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയാലോ. ആവശ്യത്തിന് കുറച്ച് ചിക്കൻ എടുക്കുക, കുറച്ച് സവാള, കുറച്ച് ക്യാരറ്റ്, കുറച്ച് മഷ്റൂം, പിന്നെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം ഒന്നൊന്നായിട്ട് കാണാം. ഞാൻ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചൊന്ന് ബോയിൽ ചെയ്തെടുക്കാം, നല്ല വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് മാത്രം ഇട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയം തന്നെ നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം കേട്ടോ. ഇതിലും ചെറുതായിട്ട് അരിയാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഞാനിവിടെ ഒരു 4-5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ ടേസ്റ്റൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല, എന്നാലും ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ്, ഞാൻ ഇത്രയും എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ബ്രോക്കലിയും കൂടെ എടുക്കുന്നുണ്ട്. ഇത് മാക്സിമം സൈസ് കുറച്ച് തന്നെ അരിയാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് സെറ്റാക്കി അപ്പുറത്ത് തന്നെ വെക്കാം. ഇപ്പോൾ ഇതേ ചിക്കൻ കുറച്ച് തിളച്ച് തൂവിപ്പോയിട്ടോ. അപ്പം ആ ചിക്കൻ അങ്ങനെ വേവിച്ച് വെക്കാം. ചിക്കൻ്റെ വെള്ളം കളയാൻ പാടില്ല കേട്ടോ, അത് നമുക്ക് വേണം. ഇനി നമ്മൾ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. ഇനി കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചൂടാവുന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന ഗാർലിക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ചതച്ചോ ചെറുതായിട്ട് അരിഞ്ഞോ എന്താ വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഗാർലിക് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരു നല്ലൊരു മണം വരും കേട്ടോ, ബട്ടറിൻ്റെ എല്ലാം കൂടെ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, പിന്നെ ക്യാരറ്റ്, ബ്രോക്കലി, ഇതെല്ലാം കൂടെ ഒന്ന് ഈ ഓയിലിലേക്കും ബട്ടറിലേക്കും കൂടെ നമുക്കൊന്ന് തട്ടി കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വേണ്ടി വരണം കേട്ടോ. നിങ്ങൾക്ക് എത്ര വെജിറ്റബിൾസ് എടുക്കാവോ അത്രത്തോളം എടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇവിടെ അത്ര ആൾക്കാരൊന്നും ഇല്ല കഴിക്കാൻ, അതുകൊണ്ട് ഞാൻ ഇപ്പം കുറച്ച് എടുക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, നിങ്ങളിതൊന്ന് മനസ്സിൽ വെക്കുക. നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഞാനൊരു കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കളറ് മാറി വരണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇത്ര ചെറിയ സമയത്ത് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചിക്കനും ഈ വെജിറ്റബിൾസ് സോട്ട് ചെയ്തില്ലേ, ഇതിൻ്റെ കുറച്ചെടുത്ത് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കാരണം എന്താണെന്നറിയോ, ആ ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് കാഷ്നട്ട് കൂടി ഇടാവേ. വേണമെങ്കിൽ കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടൊക്കെ ഇടാം. ഞാൻ ഈ വെജിറ്റബിൾസും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യം, ഈ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ചില ആൾക്കാർ കഴിക്കാറില്ല. അപ്പോൾ ഇത് അരച്ചു കൊടുത്ത് ഇവരറിയില്ലല്ലോ ഇതെന്താ തരുന്നതെന്ന്. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്തവരെ കൊണ്ട് ഇതൊന്ന് കഴിപ്പിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇതേ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് കുറച്ച് ഇടണം കേട്ടോ, ഒന്നും ഇല്ലാതായിപ്പോയാൽ ഒരു രസം ഉണ്ടാവില്ല. ഇതേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് സോട്ട് ചെയ്ത് വെച്ച വെജീസിലേക്ക് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ജാറിൽ തന്നെ വെള്ളം ചേർത്തൊഴിക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്റ്റോക്ക് മാറ്റി വെച്ചേക്കുന്നില്ലേ ചിക്കൻ വേവിച്ചത്, അതിട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ മാക്സിമം ചെറിയ പീസാക്കുക കേട്ടോ, വേവിച്ച് വെച്ചേക്കുന്ന ചിക്കൻ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പെപ്പർ പൗഡർ, വൈറ്റ് പെപ്പർ ആണെങ്കിൽ നമ്മുടെ ഈ സൂപ്പിന് കളർ വ്യത്യാസം വരില്ല കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് പെപ്പർ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ പെപ്പർ പൗഡർ ഇട്ടു. ഇനി എനിക്കിഷ്ടമാണ് കേട്ടോ ഒറിഗാനോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഒറിഗാനോ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കേട്ടോ. അപ്പം ഇത് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, ഇപ്പം വെള്ളം പോലെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഗെയിം ചേഞ്ചർ വരാൻ സമയമായിട്ടുണ്ട്. കുറച്ച് സമയത്തിനകം നമുക്ക് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ നന്നായിട്ട് തിളക്കട്ടെ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ചുകൂടെ പെപ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്കൊരു ഇത്തിരി കൂടെ എരിവ് വേണമായിരുന്നു. ഇത് നമ്മുടെ ഗെയിം ചേഞ്ചർ ഇതായിത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് ക്രീമാണ്. ഇത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്, പക്ഷേ ഇതിടുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിന് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീമാണ്. ഇനി ഒത്തിരി അങ്ങോട്ട് നമുക്ക് തിളയ്ക്കാൻ പാടില്ല കേട്ടോ, സിമ്മിൽ തന്നെ വെച്ചേക്കുക. ഫ്രഷ് ക്രീം ഇട്ട് കഴിഞ്ഞാൽ തിളയ്ക്കണ്ട. അപ്പോൾ അതേ നമ്മുടെ ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ കുടിക്കണം കേട്ടോ. അപ്പോൾ ഈ ചാനൽ മുന്നേ കണ്ടിട്ടില്ലാത്തവരാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ട നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ ചെറിയ സമയം കൊണ്ട് നമുക്ക് പല പല റെസിപ്പീസ് ഉണ്ടാക്കാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ലൊരു ഐറ്റമാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
വേറെ വേറെ വീഡിയോസ് അക്കൗണ്ടിലുണ്ട്, എല്ലാം ഒന്ന് എടുത്ത് കാണണേ. അപ്പോൾ ശരി, പിന്നെ ഒരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.